ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഹരിയാലി ചിക്കൻ തന്തൂരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വട്ടം നിങ്ങൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചിക്കൻ്റെ 2 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ആ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. ഈ തൈര് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതൊരു അരമണിക്കൂർ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പം മസാല നന്നായിട്ട് പിടിച്ചോളും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം. ഇവിടെ 1 പിടി പുതിന ഇലയും 1 പിടി മല്ലി ഇലയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 8-9 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എരിവ് അനുസരിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ലെമൺ ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂണോളം വരും, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളർ ഗ്രീൻ കളറാണ് വേണ്ടതെങ്കിൽ തൈര് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ്. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ചിക്കനിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടിത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു ദിവസം മൊത്തം ഇരിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നൈറ്റിൽ നമ്മൾ ഇതുപോലെ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്താൽ നല്ലതാണ്. നല്ലതായിട്ട് എത്രത്തോളം പിടിക്കുന്നോ അത്രയും നമുക്ക് ചിക്കന് ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് ഞാൻ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് ഓയിൽ തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഒരു 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 25 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഒരു 16 മിനിറ്റിന് ശേഷം ഇത് എടുക്കുക. 16 മിനിറ്റിന് ശേഷം എടുത്തതാണ്. ഒരു 9 മിനിറ്റൊക്കെ ആകുമ്പോൾ എടുക്കുക. എന്നിട്ടിത് ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് വീണ്ടും ഓവനിലേക്ക് തന്നെ വെച്ച് അത് കുക്ക് ചെയ്തെടുക്കുക. അത് നോക്കൂ, 9 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ പാനിലും ഇതിൻ്റെ ബ്രെസ്റ്റ് പീസാണിത്, അതും ഇതുപോലെ തന്നെ ഈ മസാലയെല്ലാം പുരട്ടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തന്നെ പെർഫെക്റ്റ് ടേസ്റ്റാണ്. ഓവൻ ഇല്ലാത്തവർ ഗ്രില്ല് ചെയ്യുന്ന ഓർത്ത് ബുദ്ധിമുട്ടണ്ട. നമുക്ക് ഇതുപോലെ പാനിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഈ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതെന്താണേലും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്